നമസ്കാരം. സൈക്കോളജിയുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ നോക്കുന്ന കാര്യം സൈക്കോളജി ഡെവലപ്പ് ചെയ്ത കാലഘട്ടങ്ങൾ മുതൽ, അതിൻ്റെ ഒറിജിൻ മുതൽ അതിൻ്റെ ഡെഫിനിഷനിൽ ഒത്തിരിയേറെ അതിൻ്റെ നേച്ചർ അനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ ഡെഫിനിഷൻ നോക്കുമ്പോൾ തന്നെ ആ സൈക്കോളജിയുടെ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചാണ്, ഡെഫിനിഷനിലെ ഓരോ സ്റ്റേജുകളെയാണ് നമ്മൾ ആദ്യം ഒന്ന് നോക്കുന്നത്. നമുക്ക് ഈ നോക്കുമ്പോൾ അറിയാം, സ്ക്രീനിൽ നോക്കുമ്പോഴറിയാം. ആദ്യം കൊടുത്ത സൈക്ക്, അതിൻ്റെ വേർഡ് നമുക്ക് മീനിങ് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോൾ എന്നാണ്, ലോഗോസ് എന്ന് പറഞ്ഞ സയൻസ്, സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്ഭവം, ഒറിജിനൽ ആ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് സയൻസ് ഓഫ് സോൾ എന്നുള്ളതാണ്. സൈക്കോളജി ആത്മാവിനെക്കുറിച്ചുള്ള പഠനം. പക്ഷേ ആത്മാവിനെ പഠിക്കുക എന്നുള്ളത് ഒരു പൂർണ്ണമായ ഒരു പെർഫെക്ഷനിൽ എത്താനായിട്ട് സാധിക്കാത്തതുകൊണ്ട് സെക്കൻഡ് സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ സയൻസ് ഓഫ് മൈൻഡ് എന്നുള്ളതായി, മനഃശാസ്ത്രം എന്നുള്ള നിലയിലേക്ക് സൈക്കോളജി മാറി. പിന്നീട് തേർഡ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി മനസ്സ് എന്ന് പറയുന്ന ഒരു അവയവമല്ലാത്തതുകൊണ്ട് ആത്മാവും മനസ്സും ഒന്നൊരു അവയവമായിട്ട് കാണാൻ പറ്റുകയോ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് സാധിക്കുകയോ ചെയ്യാത്തതുകൊണ്ട് ആ നിർവചനത്തിന് പിന്നീടും മാറ്റം വന്നു. സയൻസ് ഓഫ് കോൺഷ്യസ് ആയി, ബോധത്തെക്കുറിച്ചുള്ള പഠനം എന്നുള്ള ഒരു നിലയിലേക്ക് തേർഡ് സ്റ്റേജിൽ അതിൻ്റെ ഡെഫിനിഷൻ മാറുകയുണ്ടായി. നാലാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ആ മൂന്ന് സ്റ്റേജുകളും പൂർണ്ണമായിട്ടും ഒരു ഡെഫിനിഷൻ, ഒരു പൂർത്തീകരണത്തിലേക്ക് എത്താത്തതുകൊണ്ട് നാലാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിലവിലുള്ള ഒരു ഡെഫിനിഷൻ്റെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത് സയൻസ് ഓഫ് ബിഹേവിയറാണ്. പെരുമാറ്റത്തിൻ്റെ ശാസ്ത്രം എന്നാണ് ഈ സൈക്കോളജിയെ ഇപ്പോൾ വിവക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ വന്ന് നിൽക്കുന്നത് അവിടെയാണ്, നിർവചനം. അത് ഈ ഒരു 4 സ്റ്റേജുകളും കടന്ന് ഇനിയും അതിൻ്റെ ഡെഫിനിഷനിൽ കണ്ടുപിടുത്തങ്ങളിൽ ഒത്തിരി മാറ്റങ്ങൾ വരാം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ലേറ്റസ്റ്റ് ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി എന്നുള്ളതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്ക് കറൻറ്റ് ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദി മൈൻഡ്, ബ്രെയിൻ ആൻഡ് ബിഹേവിയർ എൻകംപാസിംഗ് തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് ആക്ഷൻസ് യൂസിങ് സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് internal processes and external reactions in humans and animals, bridging natural and social sciences. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദി മനസ്സിൻ്റെ മൈൻഡ്, ബ്രെയിൻ ആൻഡ് ബിഹേവിയർ. ഇപ്പോൾ മനസ്സിൻ്റെയും അതുപോലെ നമ്മുടെ തലച്ചോറ്, പെരുമാറ്റം എന്നിവയുടെ ഒരു പഠനമാണ്. അതിലെ വികാരങ്ങൾ, ചിന്തകൾ, തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ആക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമായിട്ട് ആണ് ഈ ലേറ്റസ്റ്റ് ഒരു ഡെഫിനിഷൻ സൈക്കോളജിയുടെ വന്നു നിൽക്കുന്നത് എന്ന് നമുക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കും. കുറച്ചുകൂടി പറഞ്ഞ മനസ്സ്, തലച്ചോറ്, പെരുമാറ്റം എന്നിവയുടെ ശാസ്ത്രീയ പഠനം, ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവ അതിനകത്ത് ഉൾക്കൊള്ളുന്നു. മനുഷ്യരിലും മൃഗങ്ങളിലും ആന്തരിക പ്രക്രിയകളും ബാഹ്യ പ്രതികരണങ്ങളും മനസ്സിലാക്കാൻ വ്യവസ്ഥാപിത രീതികൾ ഉപയോഗിക്കുന്നു. പ്രകൃതി സാമൂഹിക ശാസ്ത്രങ്ങളെ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് പ്രകൃതിയാതീതമുള്ള സാമൂഹികമായ ശാസ്ത്രങ്ങളെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉള്ള പഠനമായിട്ട് ലേറ്റസ്റ്റ് ഡെഫിനിഷനിൽ സൈക്കോളജിയെ നമുക്ക് ഇവിടെ ഡെഫിനിഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജിയാണ്. സൈക്കോളജിയുടെ ഡെവലപ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കുന്നത് സൈക്കോളജി ബിഗാൻ ആസ് എ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി ആൻഡ് ബയോളജി. ബയോളജിയുടെയും ഫിലോസഫിയുടെയും ഒരു ബ്രാഞ്ചായിട്ടാണ് സൈക്കോളജി ഒറിജിൻ ചെയ്തത്. എന്നാൽ പിൽക്കാലത്തേക്ക് വന്നപ്പോൾ 1879 1879 ഒരു ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ഫസ്റ്റ് സൈക്കോളജിക്കൽ ലാബ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ വിൽഹെം വൂണ്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, സൈക്കോളജിസ്റ്റ്. അദ്ദേഹം ഒരു ലാബ്, സൈക്കോളജിക്കൽ ലാബ് എസ്റ്റാബ്ലിഷ് ചെയ്തതോടുകൂടി സൈക്കോളജി വ്യത്യസ്തമായ ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരു തനതായ ഒരു ശാസ്ത്രമായിട്ട് അത് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ സൈക്കോളജി അത് ഉടലെടുത്തത് ഫിലോസഫിയുടെയും ബയോളജിയുടെയും ഒരു ബ്രാഞ്ചായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ അതിൻ്റെ സയൻസും അതിൻ്റെ നിർവചനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ആത്മാവിനെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും താത്വികമായ ചിന്താഗതികളും അവലോകനങ്ങളും ഒക്കെ നമുക്കതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ
ഫിലോസഫിയുടെയും ബയോളജിയുടെയും ഒരു ബ്രാഞ്ചായിട്ട് ഉടലെടുത്ത സൈക്കോളജി പിന്നീട് ഒരു സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്, ബ്രാഞ്ചായിട്ട് മാറുന്നത് 1879 വിൽഹെം വൂണ്ടറ്റ് എന്ന് പറയുന്ന ജർമ്മൻ സൈക്കോളജിസ്റ്റ്, അദ്ദേഹം ഫാദർ ഓഫ് സൈക്കോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് സൈക്കോളജി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വിൽഹെം വൂണ്ടറ്റ് ഈസ് widely recognized as the father of psychology for establishing the first formal psychology laboratory in 1879 at the University of Leipzig, Germany, marking psychology's emergence as an independent science distinct from philosophy and physiology. അപ്പോൾ ശാരീരിക ശാസ്ത്രത്തിൽ നിന്നും തത്വശാസ്ത്രത്തിൽ നിന്നുമൊക്കെ വ്യത്യസ്തപ്പെട്ട് സ്വതന്ത്രമായ ഒരു ശാഖയായി, ഒരു സയൻസായി, ശാസ്ത്രമായിട്ട് സൈക്കോളജി മാറ്റപ്പെട്ടത് ഈ വിൽഹെം വൂണ്ടറ്റിൻ്റെ ആ സൈക്കോളജിക്കൽ ലാബിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റോട് കൂടിയാണ്. പിന്നീട് നമുക്ക് പഠിക്കാനായിട്ട് നമ്മളൊന്ന് കാണാനായിട്ട് പോകുന്നത് ഡിവിഷൻസ് ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സാണ്. ഡിവിഷൻസ് ഏതൊക്കെ പ്രധാനപ്പെട്ടതായി സൈക്കോളജിക്കൽ ഡിവിഷൻസ് വരുന്ന ഓർഗാനിക് ആൻഡ് ഫങ്ഷൻസ് ആണ്. നമുക്ക് സൈക്കോളജിയെ പറ്റി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിനകത്ത് മെൻഷൻ ചെയ്യുന്ന ഡിസോർഡറാണ്, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സാണ്. ഈ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് രണ്ടായിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ട്: ഓർഗാനിക്, ഫങ്ഷണൽ, ജൈവികമായതും അതുപോലെ പ്രവൃത്തിയെ ബാധിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഓർഗാനിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗൻസിനെ, അത് ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട, ജീവശാസ്ത്രപരമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ അഫക്ട്സ്, ആക്ഷൻസ്, അത് പ്രവൃത്തിയെ ബാധിക്കുന്ന സംഭവങ്ങളാണ്. അഫക്ട്സ് നമ്മുടെ അവയവങ്ങളെ ബാധിക്കുന്നതും സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ് വരുന്നത് ബ്രെയിൻ ഇഞ്ചുറിയാണ് മെയിനായിട്ട് വരുന്നത്. ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ഓർ സ്ട്രോക്ക് വരുന്നവർക്കും ബ്രെയിൻ ഇഞ്ചുറി വരുന്നവർക്കും, അതുപോലെ ന്യൂറോളജിക്കൽ ഡിസീസസ് വരുന്ന അൾസിമേഴ്സ്, പാർക്കിൻസൺസ്, അങ്ങനെയുള്ള രോഗങ്ങൾ, ഡിമെൻഷ്യ മുതലായ രോഗങ്ങളൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ന്യൂറോളജിക്കൽ ഡിസീസസ് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യുന്നു. അത് സൈക്കോളജിക്കലായിട്ടുള്ള ഡിസോർഡേഴ്സ് അത് വരാനായിട്ട് കാരണമാണ്. ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ, അതുപോലെ ടോക്സിൻസ് വന്നു കഴിഞ്ഞാൽ, മെറ്റാബോളിക് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ എല്ലാം, വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി, അതുപോലെ ആൽക്കഹോളിസം വന്നു കഴിഞ്ഞാൽ ടോക്സിൻസ് ആയി മാറും. സബ്സ്റ്റൻസ് യൂസിൻ്റെ ഡ്രഗ് വിത്ഡ്രോവൽ, ഹെവി മെറ്റൽ പോയിസണിങ്ങിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ, വിഷാംശങ്ങൾ എല്ലാം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഓർഗൻസിനെ ബാധിക്കുകയും അത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിലേക്ക് പോകും. അങ്ങനെ വരുന്ന മെയിനായിട്ടുള്ള ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഡിലീറിയം എന്ന് പറയുന്നത് അത് റിവേഴ്സുകളാണ്. നമുക്കത് പെട്ടെന്നുണ്ടാകുന്ന ബോധാവസ്ഥ, അത് താൽക്കാലികമാണ്. അതിനകത്ത് നമുക്കൊരു ഒരു വിമോചനം സാധ്യമാണ്. ഡിമെൻഷ്യ എന്ന് പറയുന്നത് അൾഷിമേഴ്സ് പോലെ ഒക്കെ വരുന്നത് അത് റിവേഴ്സുകളാണ്. നമുക്ക് താൽക്കാലികമല്ല, നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ അംനെസ്റ്റിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സിവിയർ മെമ്മറി ലോസ് ആണ് അത് ഡിമെൻഷ്യ അല്ല, അത് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ഒരു ഓർമ്മശക്തിയുടെ കുറയിലാണ്, ഓർമ്മക്കുറവിൻ്റെ ഒരവസ്ഥയിലേക്ക് പോകുന്ന ഡിസോർഡറാണ്. ഇതൊക്കെയും ഈ ഓർഗാനിക് ഡിസോർഡേഴ്സിൽ വരുന്ന സംഭവങ്ങളാണ്. അത് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, സൈക്കോളജിക്കൽ ഒരു ഡിസോർഡറായിട്ട് കാണാനായിട്ട് സാധിക്കും. ബ്രെയിൻ ഇഞ്ചുറി, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ, ടോക്സിൻസ്, ആൽക്കഹോളിസം, മെറ്റാബോളിക് ഇഷ്യൂസ്, വിറ്റാമിൻ ഡെഫിഷ്യൻസി, ഇതൊക്കെയും ഡിലീറിയം, ഡിമെൻഷ്യ, അംനെസ്റ്റിക് തുടങ്ങിയ ഡിസോർഡറിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധ്യതയുള്ള കാര്യങ്ങളാണ്, അഫക്ഷൻസാണ്. അതിൽ ട്രീറ്റ്മെൻറ്റ് പറയുന്നത് അഡ്രസ്സിങ് ദി കോസ്, റിഹാബിലിറ്റേഷൻ, സൈക്കോതെറാപ്പി ആൻഡ് മെഡിക്കേഷൻ. അപ്പോൾ ഇത് റീസൺ എന്താണെന്ന് പറയും. ഇപ്പോൾ അവർക്കുണ്ടായ കാര്യങ്ങളെ, ഓർഗനെ ബാധിച്ചിരിക്കുന്നത് നിങ്ങളുടെ ബ്രെയിനുണ്ടായിരിക്കുന്ന സംഭവങ്ങളാണ് ഈ കാര്യങ്ങൾക്ക്, ഇപ്പോൾ നിങ്ങളുടെ ഡിസോർഡറിന് കാരണമായിരിക്കുന്നത്. അത് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ അവർക്ക് റീഹാബിലിറ്റേഷൻ, അതുപോലെ സൈക്കോതെറാപ്പി, അതുപോലെ മെഡിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗങ്ങളിൽ വരുന്ന സംഭവങ്ങളാണ്. ഈ ഫങ്ഷണൽ ആയിട്ടുള്ള വരുന്നത് അത് ആക്ഷൻസിനെ ആക്ഷൻസ്, പ്രവൃത്തിയെ ബാധിക്കുന്നതാണ്. 2 kinds ഓഫ് ഡിസോർഡേഴ്സ് ഉണ്ട് ഫങ്ഷണൽ ഡിസോർഡേഴ്സിൽ. അതിൽ ന്യൂറോസിസും ഉണ്ട്, സൈക്കോസിസും ഉണ്ട്. ന്യൂറോസിസ് എന്ന് പറയുന്നത് അത് മൈനറാണ്, സൈക്കോസിസ് എന്ന് പറയുന്നത് മേജറാണ്. ന്യൂറോസിസ് ഇൻവോൾവ്സ് ഇമോഷണൽ ഡിസ്ട്രക്ഷൻ, ആങ്ഷൈറ്റി, ഡിപ്രഷൻ വിത്ത് റിട്ടൈൻഡ് റിയാലിറ്റി കോണ്ടാക്റ്റ്.
എന്ന് ആ ആങ്ഷൈറ്റിയും ഡിപ്രഷനും ഒക്കെ വരുന്ന ന്യൂറോസിസിനെ ബാധിക്കുന്ന ന്യൂറോസിസ് ആയിട്ട് അതിനെ കാണുന്നു. സൈക്കോസിസ് എന്ന് പറയുന്നത് സിഗ്നിഫൈ സിവിയർ ബ്രേക്ക് ഫ്രം റിയാലിറ്റി മാർക്ക്ഡ് ബൈ ഹാലുസിനേഷൻസ് ഓർ ഡെലൂഷൻസ് ഇമ്പാക്റ്റിംഗ് പേഴ്സണാലിറ്റി ആൻഡ് ഫങ്ഷൻ. അത് മേജറാണ്. അപ്പോൾ ന്യൂറോസിസും ഉണ്ട്, സൈക്കോസിസും ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ രണ്ട് സൈക്കോസിസും അതുപോലെ ന്യൂറോസിസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ന്യൂറോസിസ് ന്യൂറോട്ടിക്കാണ്, സൈക്കോസിസ് സൈക്കോട്ടിക്കാണ്. അതിൽ ഒന്നാമത്തെ മൈൽഡ് ഫോം ഓഫ് എ മെൻ്റൽ ഡിസോർഡറാണ് ന്യൂറോസിസ്. സൈക്കോസിസ് പറയുമ്പോൾ മേജർ ഫോം മെൻ്റൽ ഡിസോർഡറാണ്. അത് നമ്മൾ ആദ്യം കണ്ടു. രണ്ടാമത് വരുന്നത് ഇൻസൈറ്റ് പ്രസൻസ് ഇൻ മെമ്പേഴ്സ്, ഇൻസൈറ്റ് ഈസ് ആബ്സെൻറ്റ്. സൈക്കോസിസിൽ ഇൻസൈറ്റ് ആബ്സെൻ്റ് ആണ്, ന്യൂറോസിസിൽ ഇൻസൈറ്റ് പ്രസൻ്റ് ആണ്. അതായത് ഉൾക്കാഴ്ച ഉണ്ടാകും. ന്യൂറോസിസിൽ ഇൻസൈറ്റ് അവർക്ക് ഉണ്ടാകും, സൈക്കോസിസിൽ അവർ ഇൻസൈറ്റ് ഉണ്ടാകില്ല. കാരണം മൂന്നാമത് പറഞ്ഞിരിക്കുന്നു റിയാലിറ്റി ടച്ച് ഈസ് പ്രസൻറ്റ്, മൂന്നാമത് റിയാലിറ്റി ടച്ച് ഈസ് ആബ്സെൻറ്റ്. സൈക്കോസിസിൽ റിയാലിറ്റി ടച്ച് ആബ്സെൻ്റ് ആണ്, ന്യൂറോസിസിൽ റിയാലിറ്റി ടച്ച് ഉണ്ടായിരിക്കും. അവർക്ക് റിയാലിറ്റിയെക്കുറിച്ചുള്ള ബോധം ഉണ്ടായിരിക്കും. സൈക്കോസിസിൽ റിയാലിറ്റിക്ക് അപ്പുറമായ റിയാലിറ്റി ഉണ്ടായിരിക്കില്ല, റിയാലിറ്റി ആബ്സെൻ്റ് ആയിരിക്കും. യാഥാർത്ഥ്യബോധം ഉണ്ടായിരിക്കില്ല, അവർക്ക് ഉൾക്കാഴ്ചയും ഉണ്ടായിരിക്കില്ല സൈക്കോസിസിൽ. ന്യൂറോസിസിൽ അവർക്ക് അവയവങ്ങളിൽ ബാധിച്ച ആ ഒരു ഇഞ്ചുറി കാരണം ഉണ്ടായ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇഞ്ചുറി കാരണം ഉണ്ടായ ഇപ്പോൾ ആൽക്കോളിസം മുതലായ കാരണങ്ങൾ കൊണ്ടുപോയ ഡിസോർഡർ ആണ് എങ്കിലും അവർക്ക് ഉൾക്കാഴ്ചയും അതുപോലെ യാഥാർത്ഥ്യബോധവും ഒക്കെ ഉണ്ടായിരിക്കും. പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നതാണ് ന്യൂറോസിസ് പേഴ്സണാലിറ്റി ബാധിക്കില്ല, സൈക്കോസിസ് പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നതാണ്, വ്യക്തിത്വത്തെ ബാധിക്കുന്നതാണ് സൈക്കോസിസ്. രണ്ടാമത് അഞ്ചാമത്തെ സംഭവം ഇത് ഫാക്ടർ എന്ന് പറയുന്നത് ഹാലുസിനേഷൻസ് ആൻഡ് ഡെലൂഷൻസ് ആർ ആബ്സെൻറ്റ്. ഹാലൂസിനേഷനും ഡെലൂഷനും അത് ന്യൂറോസിസിൽ ആബ്സെൻ്റ് ആയിരിക്കും. എന്നാൽ സൈക്കോസിസിൽ ഹാലൂസിനേഷനുണ്ട്, ഡെലൂഷനുണ്ട്. അത് സൈക്കോസിസിൻ്റെ പ്രത്യേകതയാണ്. ആറാമത് വരുന്ന തോട്ട് ഡിസോർഡർ ഉണ്ടായിരിക്കും. സൈക്കോസിസിൽ തോട്ട് ഡിസോർഡർ ഉണ്ടായിരിക്കും, ന്യൂറോസിസിൽ തോട്ട് ഡിസോർഡർ ആബ്സെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ന്യൂറോസിസിൽ തോട്ട് ഡിസോർഡർ ഇല്ല, സൈക്കോസിസിൽ തോട്ട് ഡിസോർഡർ ഉണ്ടായിരിക്കും. അതുപോലെ ഷോർട്ട് ടൈം മെഡിക്കേഷൻ അത് ന്യൂറോസിസിൽ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. കുറച്ച് കാലത്തേക്കുള്ള മെഡിക്കേഷൻ കൊടുത്താൽ അതൊരു റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാം. സൈക്കോസിസിൽ ലോങ് ടൈം അല്ലെങ്കിൽ ലൈഫ് ലോങ് മെഡിക്കേഷനാണ് അത് പ്രിഫർ ചെയ്യേണ്ടത്. സാധ്യതയെന്നല്ല, അതിൻ്റെ 90% സൈക്കോസിസിൽ സൈക്കോട്ടിക് ആയിട്ടുള്ള ഡിസോർഡറിൽ ലൈഫ് ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദീർഘകാലത്തേക്കുള്ള മെഡിക്കേഷൻ അത് ആപ്ലിക്കബിൾ ആയിട്ട് വരും. അതുപോലെ കംപ്ലീറ്റ് റിക്കവറി ന്യൂറോസിസിൽ പോസിബിളാണ്, എന്നാൽ സൈക്കോസിസിൽ കംപ്ലീറ്റ് റിക്കവറി പോസിബിൾ അല്ല. അവയവങ്ങളിൽ ആ ഇഞ്ചുറി, ടോക്സിക് അതൊക്കെ മാറിക്കഴിഞ്ഞാൽ, ഇൻഫെക്ഷനൊക്കെ മാറിക്കഴിഞ്ഞാൽ ന്യൂറോസിസിൽ ആ ഡിസോർഡറിനൊരു കംപ്ലീറ്റ് റിക്കവറി പ്രതീക്ഷിക്കാം, എന്നാൽ സൈക്കോസിസിൽ കംപ്ലീറ്റ് റിക്കവറി ഇമ്പോസിബിളാണ്. അതുപോലെ ന്യൂറോസിസിൽ അവരുടെ സംസാരം റെലവൻ്റ് ആയിരിക്കും, സൈക്കോസിസിൽ ഇറവലൻ്റ് ആയിട്ടുള്ള ടോക്കായിരിക്കും. ഒരു റെലവൻസി അവരുടെ സംസാരം റെലവൻ്റ് ആയിരിക്കില്ല. ന്യൂറോസിസിൽ കൊടുക്കുന്ന ഒരു മെഡിസിൻ ആൻറ്റി ഡിപ്രസൻസ് ആൻഡ് ആങ്ഷിയോലിറ്റിക്സ് ആണ്. അപ്പോൾ സൈക്കോസിസിൽ വരുന്ന ആൻറ്റി സൈക്കോട്ടിക്കും ECT ആണ്, ഇലക്ട്രോ കൺവേഴ്സീവ് തെറാപ്പിയാണ് മെയിനായിട്ട് സൈക്കോസിസിൽ വരുന്നത്. ന്യൂറോസിസിൽ 11ാമതായിട്ട് നമുക്ക് കാണുന്ന ഫാക്ടർ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും അത് വളരെ പ്രയോജനപ്രദമാണ് ന്യൂറോസിസിൽ. എന്നാൽ സൈക്കോസിസിൽ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ഒക്കെ യൂസ്ഫുള്ളാണ് വിത്തൗട്ട് മെഡിക്കേഷൻ ഇല്ലാതെ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും സൈക്കോസിസിൽ യാതൊരു ഫലവും കാണില്ല. സൈക്കോട്ടിക് പേഷ്യൻസിന് നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് മെഡിക്കേഷൻ ഇല്ലാതെ, മരുന്ന് കൊടുക്കാതെ, നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും യൂസ്ഫുൾ അല്ല. പിന്നെ ന്യൂറോസിസിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ കാര്യകാരണമെന്ന് പറയുന്നത്, ന്യൂറോസിസിൻ്റെ കാര്യകാരണമെന്ന് പറയുന്നത് സൈക്കോളജിക്കലായിരിക്കാം, ഹെറിഡിറ്ററി ആയിരിക്കാം, ജനറ്റിക്കലായിരിക്കാം. മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് സൈക്കോളജിക്കലാണ് ന്യൂറോസിസിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. ട്രോമയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മെയിൻ സൈക്കോളജിക്കലാണ്. പിന്നെ ഹെറിഡിറ്ററി ആയിട്ട് ചില അസുഖങ്ങളൊക്കെ വന്നിങ്ങനെ പോകുന്നുണ്ട്, ഹെറിഡിറ്ററി ആയിട്ട് അത് വരാം, ജനറ്റിക്കലായിട്ട് വരാം.
പക്ഷേ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് സൈക്കോളജിക്കലാണ്. സൈക്കോസിസിൽ വരുന്ന ജനറ്റിക് ഫാക്ടറും ഉണ്ട്, ബയോ കെമിക്കൽ ചേഞ്ചസ് ഉണ്ട്, സൈക്കോളജിക്കൽ ഫാക്ടറും വരാം. മെയിനായിട്ട് വരുന്ന ജനറ്റിക് ഫാക്ടറാണ്, ബയോ കെമിക്കൽ ചേഞ്ചസ് ആണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും സൈക്കോട്ടിക് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട് എങ്കിൽ അവർക്ക് ജനറ്റിക്കലായിട്ട് വരാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ന്യൂറോസിസിൽ കാണുന്നത് പേഷ്യൻ്റ് അഫക്റ്റ് ചെയ്യും. പേഷ്യൻ്റാണ് ന്യൂറോസിസ് മൂലം അത് അഫക്റ്റ് ചെയ്യപ്പെടുന്നത്. സൈക്കോസിസിൽ ഫാമിലി മെമ്പേഴ്സ് മുഴുവൻ അതിനകത്ത് അഫക്റ്റ് ചെയ്യപ്പെടുകയാണ്. പിന്നെ കാണുന്നത് 14-ാമതായിട്ട് കാണുന്നത് പേഴ്സണൽ, സോഷ്യൽ, ഒക്യുപ്പേഷണൽ ഫങ്ഷൻസ് ആർ ഓൾ റൈറ്റ്. അതായത് ന്യൂറോട്ടിക് ഡിസോർഡറുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് വ്യക്തിപരമായും സാമൂഹ്യപരമായും ജോലി സ്ഥലത്തും ഒക്കെയുള്ള അവരുടെ ഫങ്ഷൻസൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ സൈക്കോസിസിൽ വരുമ്പോൾ അവരുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, ജോലി സ്ഥലത്തെ ബന്ധങ്ങളെല്ലാം അതിനെ ബാധിക്കും. സൈക്കോസിസ് ഉള്ള സൈക്കോട്ടിക് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, ജോലി സ്ഥലത്തെ ബന്ധങ്ങൾ, തൊഴിൽ ബന്ധങ്ങളെല്ലാം, ഫങ്ഷൻസ് എല്ലാം അതിനെ ബാധിക്കുന്നതാണ് സൈക്കോസിസ്. അടുത്തത് 15-ാമത് കാണുന്നത് ഡിസ്റ്റർബൻസ് ഇൻ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ആർ റെയർ. ഓറിയൻറ്റേഷൻ, മെമ്മറി, ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ബൗദ്ധികമായ പ്രവർത്തനങ്ങളിൽ വലിയ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ന്യൂറോസിസിൽ കാണാൻ സാധിക്കുന്നില്ല. ഓറിയൻറ്റേഷൻ ഉണ്ടായിരിക്കും, മെമ്മറി ഉണ്ടായിരിക്കും, അവർക്ക് ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരിക്കും. സൈക്കോസിസിനെ സംബന്ധിച്ചിടത്തോളം കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഡിസ്റ്റർബ്ഡ് ആണ്, അവരുടെ ബൗദ്ധികമായ കാര്യങ്ങൾ. കാരണം ഹാലുസിനേഷനും ഡെലൂഷനും അവരെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ മെമ്മറി, ഓറിയൻറ്റേഷൻ, ജഡ്ജ്മെൻറ്റ്. ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ വേറെ സ്ഥലത്താണെന്ന് പറയും. അങ്ങനെയുള്ള ഒരു ഓറിയൻറ്റേഷനും കാര്യങ്ങളൊക്കെ അവർക്ക് റെയറായിരിക്കും, അത് ഇമ്പയർഡ് ആയിരിക്കും. പ്രൊഗ്നോസിസ് ഈസ് വെരി ഗുഡ്. നമുക്ക് ന്യൂറോട്ടിക് പേഷ്യൻറ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഔട്ട്കം എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രൊഗ്നോസിസ് നമുക്ക് പ്രവചനത്തിന് കീഴിലാണ്. നമുക്കത് റിക്കവറി ആകും, അല്ലെങ്കിൽ ഇത്ര നാൾ മെഡിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇത്ര നാൾ മെഡിക്കേഷനും ഇത്ര നാൾ കൗൺസിലിങ്ങും സൈക്കോ തെറാപ്പികളും ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യൂറാവും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ സൈക്കോസിസിൽ നമുക്കത് സാധ്യമല്ല. സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻറ്റ്സ് മോർ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂറോസിസിൽ സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻറ്റ്സ് മോർ ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്കോസിസിൽ സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻറ്റ് ലെസ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫ് സംഭവങ്ങളൊക്കെയും ന്യൂറോട്ടിക് പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. സൈക്കോസിസിൽ അതൊന്നും ബാധിക്കുന്നതല്ല. കാരണം അവർ വേറൊരു ലോകത്താണ്. അവരുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എല്ലാം റിയാലിറ്റിയിൽ നിന്നുമെല്ലാം അവർ മാറി നിൽക്കുന്നതാണ്. അപ്പോൾ അവർക്ക് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാലൊന്നും അത് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു മരണം സംഭവിച്ച് ചിലപ്പോൾ അവർ ചിരിച്ചുകൊണ്ടിരിക്കും. സൈക്കോട്ടിക് പേഷ്യൻ്റ് ചിരിച്ചുകൊണ്ടിരിക്കും. സൈക്കോട്ടിക് പേഷ്യൻ്റെ ജീവിതത്തിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ ചിലപ്പോൾ അവർ കരഞ്ഞുകൊണ്ടിരിക്കും. ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ, മരണം വന്നാൽ, ചിലപ്പോൾ ആക്സിഡൻറ്റ്, ഒരു രോഗം വന്നാൽ വേദന വന്നാൽ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് അത് ഒരു ബാധകമല്ല. സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫ് അവരുടെ ജീവിതത്തിൽ ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂറോട്ടിക് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവയവങ്ങളെയാണിത് ബാധിച്ചിരിക്കുന്ന കാര്യങ്ങളെങ്കിലും അവർക്ക് ദുഃഖം വന്നാൽ, ജീവിതത്തിലൊരു ട്രോമയായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ദുഃഖം വന്നാൽ ദുഃഖിക്കും, കരയും, സന്തോഷം വന്നാൽ സന്തോഷിക്കും. അതിനൊന്നും അവർക്കൊരു വിഷയമില്ല. സൈക്കോട്ടിക് അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. അപ്പോൾ ന്യൂറോട്ടിക്കും സൈക്കോട്ടിക്കും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടു. ബാക്കിയുള്ള അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ വിഷയങ്ങളെ പറ്റി നമുക്ക് പഠിക്കാം.